നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വൈജയന്തി തകർന്ന് തരിപ്പണമായി. കാരണം വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല തൻ്റെ മകൻ രോഹിത് ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന്. വൈജയന്തിയുടെ വിചാരം അവനിപ്പോഴും കുഞ്ഞാണ്. അത് മാത്രമല്ല അവന് ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യത്തില്ല. പച്ചവെള്ളം ചവച്ചരച്ച് വിരുങ്ങുന്നവനാ രോഹിത് എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് വൈജയന്തി അറിഞ്ഞത്. അലീനയുടെ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോൾ രോഹിത് മൊബൈൽ ഫോണിലൊക്കെ ഗെയിം കളിച്ച് ആസ്വദിച്ചിരിക്കുക. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും രോഹിത്തിൻ്റെ മനസ്സിലിപ്പം ലെവലേശമില്ല. അതൊക്കെ അവൻ മറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വൈജയന്തി ചെന്നിട്ട് ഒരേ ഒരു ചോദ്യം, എടാ സത്യം പറ, നീയും ഹരിയും കൂടെ ചേർന്ന് അലീനയെ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇത് കേട്ടപ്പോൾ രോഹിത് ഇങ്ങനെ കണ്ണുമിക്കാതെ വൈജയൻ നോക്കി. സത്യം പറയടാ, ഞാൻ കേട്ടാൽ ശരിയാണോ അല്ലയോ? അല്ല അത് പിന്നെ അമ്മയോട് ആര് പറഞ്ഞു? ഇവിടെ ആരോട് പറഞ്ഞു എന്നതിലല്ല പ്രസക്തി. ഞാൻ ചോദിച്ചതിന് വ്യക്തമായിട്ട് എനിക്ക് ഉത്തരം കിട്ടണം. ആണോ അല്ലയോ? എനിക്കതറിഞ്ഞാൽ മതി. അത് കേട്ടപ്പം രോഹിത് പറഞ്ഞു, അത് പിന്നെ അമ്മയെ ഞാൻ സത്യം മാത്രമേ പറയാവുള്ളൂ രോഹിത്തെ, കള്ളത്തിന് എൻ്റെ അടുത്ത് വേണ്ട. അതങ്ങനെ അറിയാതെ പറ്റിപ്പോയതാ, ഒരബദ്ധം പറ്റിപ്പോയതാ. ഇത് കേട്ടതും വൈജയന്തി ഞെട്ടിപ്പോയി. വൈജയന്തി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ അവൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന. പെട്ടെന്ന് വൈജയന്തി അവൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ്റെ കർണത്തിൻ്റെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ പറയടാ, നീ കള്ളം പറയുന്നതെന്ന് പറ, നീ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയടാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രോഹിത്തിന് അങ്ങനെ പറയാൻ പറ്റില്ലോ. തലങ്കം വിലങ്ങ് അവനെ ഇട്ട് അടിക്കുവാണ്. എന്നാലും നീ ഇതെങ്ങനെ ചെയ്തടാ? നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട്? എൻ്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞത്? എന്നാലും ഇത്രയ്ക്ക് വൃത്തികെട്ടവനായപ്പോഴല്ലോ, അത് ഒരു ജോലിക്കാരുടെ പിന്നാലെ പോകാൻ മാത്രം ഇത്രമാത്രം അധപതിച്ചു പോയോ? അമ്മേ, അത് പിന്നെ ഞാൻ അവളോടുള്ള ദേഷ്യം കൊണ്ട് മിണ്ടിപ്പോരുത്, ഒരക്ഷരം മിണ്ടിപ്പോരുത്. എല്ലാവരുടെ മുന്നിൽ ഇപ്പം ഞാനാടാ ചെറുതായി പോയത്, ഞാനാ ഒന്നും അല്ലാതായിപ്പോയത്. വൈജയന്തിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ നിൽക്കാൻ പോലും തോന്നില്ല. ഇത്രയും പ്രതീക്ഷയില്ല തൻ്റെ മകൻ തന്നെ തനിക്കിട്ട് പണി തരുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും അലീനയുടെ മുഖത്ത് എന്നൊരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സറിയും. അങ്ങനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വൈജി ഇങ്ങനെ ആലോചിച്ചു, ഇനി എന്താ അടുത്ത പരിപാടി? അവളുടെ മുന്നിലേക്ക് പോയി നിൽക്കാനായിട്ട് ഒരു നാണക്കേടുണ്ട്. വൈജയന്തി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അലീനയെ പോയി വിളിക്കുക. അലീനയും കൂടി വന്നു. അലീന വന്നു കഴിഞ്ഞപ്പോൾ വൈജി വിളിച്ചു, അല്ല മാഡം, മകനോട് ചോദിച്ചോ? അത് കേട്ടപ്പം വൈജയന്തി പറഞ്ഞു, നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അല്ലെങ്കിലും ഇത്ര ചെറുപ്പക്കാരിയായ പെൺകുട്ടികളൊന്നും വീട്ടിൽ നിർത്താൻ കൊള്ളില്ല. ചില പ്രായമായവരെ വേണം നിർത്താനായിട്ട്. ഭർത്താവും മക്കളും ഒക്കെ ഉള്ളിടത്ത് നിർത്താൻ പറ്റില്ല. അലീന പറഞ്ഞു, അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് മാഡം? എന്താ സംഭവിച്ചതെന്നോ? രോഹിത്തൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ചെറിയ പ്രായമാണ്. അവന് മനസ്സ് ചിലപ്പോൾ തോന്നാൻ ബുദ്ധികൾ തോന്നും. അതുകൊണ്ട് ചെയ്തു പോയതാ. ഓ, അപ്പം മകനെ ന്യായീകരിക്കാനുള്ള പുറപ്പാടാന്ന് അലീനയ്ക്ക് മനസ്സിലായി. അല്ല മാഡം, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തതേ ഞങ്ങളാ. നിന്നെ ഇവിടെ നിർത്താൻ പാടില്ലായിരുന്നു. നിന്നെ പറഞ്ഞു വിടണമായിരുന്നു. നീ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു വിടണമായിരുന്നു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മാഡം, വന്നു പോയില്ലേ? എന്നാൽ ആ തിരുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. ഇനിയിപ്പം നിന്നെ ഇവിടുത്തെ നിർത്തുന്ന പ്രശ്നമില്ല. നീ എങ്ങോട്ട് വേണേലും പൊക്കോ, നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. നീ ഒറ്റ എഴുത്തി കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ലായിരുന്നു നീ ഉണ്ടാകത്തില്ലായിരുന്നു. നീ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ നിന്നെ പറഞ്ഞു വിടുമായിരുന്നെങ്കിലോ? ഓ, അപ്പം അങ്ങനെയാണ് മാഡം വിചാരിച്ചിരിക്കുന്നത്, അല്ലാതെ മാഡത്തിൻ്റെ മകൻ്റെ കുറ്റം കൊണ്ടല്ല. എന്താടി പറഞ്ഞേ? അതെ, മാഡത്തിൻ്റെ മകനെ മാഡം വളർത്തിയതിൻ്റെ ദോഷം കൊണ്ടാണ്. എത്രയോ വീട്ടിൽ എത്രയോ പെൺകുട്ടികൾ ജോലിക്ക് നിൽക്കുന്നു. ആ ജോലിക്ക് നിൽക്കുന്നതിന് വീട്ടിലല്ല എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാഡം വളർത്തിയത് മോനെ ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് വളർത്തു ദോഷം എന്ന് പണ്ടുള്ള മനുഷ്യന്മാർ പറഞ്ഞിട്ടില്ലേ? അതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലേലും അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ മാഡത്തിന് സമയമില്ല. ഭയങ്കര ജോലി എന്നും പറഞ്ഞ് ഓടിച്ചാടി നടക്കുമല്ലേ. അതിനിടയ്ക്ക് മക്കളെ കുറേയൊക്കെ ശ്രദ്ധിക്കണം. ഓഹോ, അപ്പം ഇപ്പം നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? എന്താ അപ്പം ഞാൻ പറഞ്ഞതിൽ തെറ്റിരിക്കുന്നേ? ഞാൻ ഇന്ന് വരെ മാഡത്തിൻ്റെ മകനെ സ്വാധീനിക്കാൻ പോയിട്ടില്ല. ഒരു അനുജനോട് എന്ന പോലെ ഞാൻ അവനോട് പെരുമാറിയിട്ടുള്ളൂ. ഒരുപക്ഷെ ഞാൻ വേറൊരു തരത്തിലുള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ ആ കത്തി എൻ്റെ വയറ്റത്തേക്ക് ഞാൻ സ്വയം കുത്തിയിറക്കേണ്ട കാര്യമില്ല. അത് മാഡത്തിന് ചിന്തിച്ചാൽ മനസ്സിലാവും. അല്ലാതെ പൈസയ്ക്ക് വേണ്ടോ അങ്ങനെ നിൽക്കുന്നൊരു പെണ്ണായിരുന്നെങ്കിൽ എനിക്ക് അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയാൽ മതിയായിരുന്നു. ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാവും. പിന്നെ പോലീസിനുടെ ആ മൊഴി പോലും കൊടുത്ത് എന്തുകൊണ്ടാ?
ഈ കുടുംബത്തെ ഒരിക്കലും നാറ്റിക്കരുന്ന് കരുതിയിട്ട് മാത്രം വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. ഹരിശങ്കർ രോഹിത്തും കൂടി ചേർന്നാണ് ഈ പരിപാടി നടത്തിയെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാൽ അതോടുകൂടി മാഡത്തിൻ്റെ ഇമേജ്, മാഡത്തിന് പിന്നെ ബാങ്കിൽ പോലും പോകാൻ പറ്റില്ല. ബാലേന്ദ്ര സാറ്, പിന്നെ മക്കളുടെ ഭാവി, 2 പെൺകുട്ടികളുണ്ട്. പിന്നെ അവർക്ക് തലയുയർത്ത് നടക്കാൻ പറ്റില്ല. സ്കൂളിലും കോളേജിലും മൊത്തത്തിൽ പ്രശ്നം. അതിനെക്കുറിച്ച് ഒരു നിമിഷമാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ബാലേന്ദ്ര സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. മാഡം പറഞ്ഞില്ലേ കോമ്പൻസേഷൻ്റെ കാര്യം എന്തുകൊണ്ടാന്ന്. സാർ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടാ. സാറിന് വിവരവും വിവേകബുദ്ധി എല്ലാം ഉണ്ട്. പക്ഷെ അതില്ലാതെ പോയത് മാഡമാണ്. മാഡത്തിന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലെവലേശം വിവരമില്ല. ഇത് കേട്ടപ്പോൾ വൈജയേന്ദ്രൻ മുഖം കുനിഞ്ഞു. എന്തേലും പറയാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് പറയണത്. അപ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാൻ ബാലേന്ദ്രനോട് സംസാരിക്കട്ടെ. ഇനി നിന്നെ ഇവിടെ നിർത്തുന്നില്ല. നിന്നെ ഞാൻ ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ പോവാ. ആയിക്കോട്ടെ. അതെ, മാഡം പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേന്ദ്ര സാറ് പറയുവാണെങ്കിൽ ഞാൻ അനുസരിക്കാം. എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല. അതും പറഞ്ഞ് അലീന അങ്ങോട്ട് കയറിപ്പോയി. വൈജയന്തിക്ക് സമനില ഇട്ടുമ്പോൾ തോന്നി, ദൈവമേ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ആ ഹരിശങ്കർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പം തന്നെ അല്ലെങ്കിൽ തന്നെ ഇഷ്ടമില്ലായിരുന്നു. അവൻ എന്തൊക്കെയോ കൂട്ടുകെട്ടുകളും കാര്യങ്ങളുണ്ട്. ഇവൻ്റെ കൈ മയക്കുമരുന്ന് എത്തി എവിടെയാ? ഹരി കൊണ്ടേ കൊടുത്തതായിരിക്കും. അതിനുശേഷം വൈജയന്തി തകർന്ന് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ബാലേന്ദ്രനുണ്ട് മുറിയിൽ. എന്താ വൈജയ്, നിന്റെ മുഖം വല്ലായിരിക്കുന്നേ? വല്ല കടന്നലും കുത്തിയോ? വൈജയൊന്നും മിണ്ടിയില്ല. ബാലേന്ദ്രന് മനസ്സിലായി. വൈജയേന്ദ്രയുടെ അലീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ പൊടി പൂരം നടന്നിട്ടുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, വൈജയ് നിന്നോട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ശ്രദ്ധിക്കണം. അപ്പം നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ മക്കൾ നല്ലതാണ്, ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പോവില്ല. പകുതി ദിവസം രോഹിത്ത് ക്ലാസ് കട്ട് ചെയ്ത് വിട്ടിരിക്കുമ്പം ഞാൻ അവനെ ചോദ്യം ചെയ്യുമ്പോൾ നീ എൻ്റെ അടുത്ത് വന്ന് തടയും. അതെ, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പോകുന്നവരല്ല. ഇതൊക്കെ കേട്ടിട്ടും ഞാനൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. ഇപ്പം കണ്ടില്ലേ ഓരോന്നൊക്കെ. നിനക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? കോമ്പൻസേഷൻ കൊടുത്ത് എന്തിനാന്ന് മനസ്സിലായല്ലോ. ഒരുപക്ഷെ ആ പെങ്കൊച്ചു മൊഴി കൊടുത്താണ്ടല്ലോ പിന്നെ നിനക്ക് ബാങ്കിൽ ജോലിക്ക് പോകേണ്ട വരത്തില്ല. നാണം കെട്ടുപോകും. ശരിക്കും ആ പെങ്കൊച്ചിനെ നീ സ്തുതിക്കുകയോ ചെയ്യണ്ടേ? അത് കേട്ടപ്പോൾ വൈജയൻ പറഞ്ഞു, പിന്നെ അത് നിങ്ങളങ്ങോട്ട് സ്തുതിച്ചാൽ മതി. അതെ വൈജയ്, നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല. അവളോട് ഒരു സോറി എങ്കിലും നീ പറഞ്ഞോ നിന്റെ മകൻ ചെയ്ത് പ്രവർത്തിക്കുക. വൈജയൻ പറഞ്ഞു, ഞാനെന്തിനു സോറി പറയണം? അതാണ് നിന്റെ കുഴപ്പം. അവളുടെ കാലെ വീണ് അപേക്ഷിക്കേണ്ടവളാ നീ. പക്ഷേ അവൾ നിന്നെപ്പോലെ അല്ല. അവൾക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ നിന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവൾക്ക് വിവേകമുണ്ട്, വിവരമുണ്ട്. അത് മാത്രമല്ല ഈ കുടുംബത്തോട് അവൾക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ടാണ്. അവൾക്ക് എന്ത് കടപ്പാട്? ജോലി ചെയ്യാൻ വന്നവർക്ക് എന്ത് കടപ്പാടാവളെ? അതാണ് നിനക്ക് മനസ്സിലാകത്തെ. പിന്നെ എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായിക്കുള്ളൂ. അത് ബാലേന്ദ്രൻ അറിയാലോ അലീന വൈജയുടെ മോളാന്ന്. നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയാലൊന്നും അതങ്ങനെ പെട്ടെന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല വൈജയ്. എന്ത്? ഞാൻ തീരുമാനിച്ചോളാം. ഇനി എന്താണ്, എനിക്ക് അവളെ ഇവിടെ വേണ്ട. ആയിക്കോട്ടെ, നിനക്ക് വേണ്ടാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാനും മനുഷ്യങ്ങളും ചേർന്നിട്ടല്ലേ. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഇതിനകത്ത് തലയിടാൻ വരണ്ട. പിന്നെ അവളിപ്പോൾ പോലീസിന് മൊഴി കൊടുത്തില്ലെന്നോർത്ത് എപ്പോൾ വേണേലും അവൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ നിന്റെ മകനകത്താ. ഇനി അവളോട് സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും വേണം. അവൾ എന്തേലും പറഞ്ഞാണ്ടല്ലോ നിന്റെ മകനകത്ത് കിടക്കും. പിന്നെ നാണക്കേട് കാരണം പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല. നീ എപ്പോഴും പറയൂലോ കൈതക്കൽ മാളിക വെട്ട് കുഞ്ഞിരാമമേനോൻ്റെ മകളാന്ന്. ഈ പറയുന്ന മകളെ എല്ലാവരുടെ മുന്നിൽ തലഞ്ഞു കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അത് ചിന്തിച്ച് അവനവന് കൊള്ളാം. അതും പറഞ്ഞ് ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. വൈജയന്തിക്ക് ഏറ്റവും 2ാമത്തെ അടിയായിരുന്നത്. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇതേസമയം അലീന മുറിയിലേക്ക് വന്നപ്പോൾ മുത്തശ്ശി അലീനയോട് ചോദിച്ചു, മോളെ അവളെന്തേലും പറഞ്ഞോ വൈജ? പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എൻ്റെ മോളെ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അവള്. അതെങ്ങനെ ആ ഹരി ഇവിടെ വരുമ്പോൾ കാര്യം പറഞ്ഞ എൻ്റെ മകൻ്റെ മോനൊക്കെയാ. പക്ഷെ അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല. അവനാണ് ഈ രോഹിത്തിനെ ഈ കൂട്ടുകെട്ടിലേക്ക് വലിച്ചഴിച്ചേ. അല്ല എന്നിട്ട് വൈജയന്തി എന്ന് പറഞ്ഞു എന്നെ പിരിച്ചുവിടാൻ പോകുന്നു. മോളെ പിരിച്ചുവിടാനാ? അതെ. ഇപ്പം ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന മട്ടില്ല സംസാരം. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? സാറിനോട് പറയാനാ പോയിക്കോളാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ അങ്ങനെയൊന്നും പറയില്ല മോളെ. അവനെ നല്ലവനാ, എനിക്കറിയാം. ശരിക്കും ഈ വൈജയെ പോലെയുള്ള വ്യക്തിയെ അവന് കൂടെ കൊണ്ടുനടക്കണമെങ്കിലേ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം പറഞ്ഞാൽ എൻ്റെ മകളൊക്കെ തന്നെയാണ് വൈജ. പക്ഷെ അവളുടെ ചില നേരത്തെ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് പോലും അവളെ കാലേ വാരി നിലത്തടിക്കാൻ തോന്നും. ബാലേന്ദ്രൻ ആയതുകൊണ്ട് ജീവിതം ആണല്ലോ എന്ന് കരുതിയിട്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. എത്രയെന്ന് വെച്ചാൽ സഹിക്കണേ. അവളിങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്താ മുത്തശ്ശി പറഞ്ഞേ? ഒന്നുമില്ല മോളെ. മുത്തശ്ശിയുടെ മനസ്സിൽ എന്താന്ന് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അങ്ങനെ
മുത്തശ്ശിയോട് അലീന പറഞ്ഞു, അതെ എനിക്ക് ആ ഫോണും തരാമോ എന്ന് ചോദിക്കുക. ഫോൺ മേടിച്ച് മണിശങ്കറിനെ വിളിക്കുക. മണിശങ്കറിനെ വിളിച്ചിട്ട് വൈജിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ സംസാരിച്ചു. എല്ലാം കേട്ടിയും മണിശങ്കർ പറഞ്ഞു, അതെന്താണെന്ന് നന്നായി. ഇനിയിപ്പോൾ ആൻറ്റിക്ക് അവൻ്റെ മേലൊരു നോട്ടം ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ പണ്ടേ ചോദിക്കണമെന്ന് കരുതിയിരുന്ന, ഞാനത് പറയില്ലായിരുന്നു മനുവേട്ടാ. പക്ഷെ ശരിക്കും എന്നെ കൊണ്ട് പറയിപ്പിച്ചാന്ന് പറയാം. എനിക്ക് വേണ്ടി അക്കൗണ്ട് തുടങ്ങി ബാലേന്ദ്ര സാറ് പണം ഇട്ടൊന്നും മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവസാനം ഞാൻ ഇത് പറയേണ്ടി വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു പോയതാ. സാരമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിർത്തി വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അലീനയുടെ മനസ്സിൽ എന്നാലും ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ രാത്രി വൈജയന്തിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറങ്ങാനാ? ഇതിൽ പല അടി കിട്ടാനില്ല. വൈജയന്തിയുടെ മനസ്സിൽ അലീന പറഞ്ഞ ഓരോ വാക്കുകളായിരുന്നു. അവളുടെ വാക്കുകൾ ഇങ്ങനെ കൂർത്ത മുള്ളുപോലെ ഇങ്ങനെ കൊണ്ടു കയറിക്കൊണ്ടിരിക്കുക. മക്കളെ വളർത്താൻ അറിയത്തില്ലെങ്കിൽ വളർത്താൻ പാടില്ലെന്ന് സമനില ഏറ്റുന്ന പോലെ വൈജിക്ക് തോന്നി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.